വർഷങ്ങൾക്ക് ശേഷം സേറ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. സേറയുടെ ഡാഡിയും മമ്മിയും വീണ്ടും ഒന്നിച്ചു. സേറയുടെ ആഗ്രഹം പ്രകാരമായിരുന്നു അവരൊന്നിച്ചത്. ഇപ്പോൾ അവർ തമ്മിൽ ഈഗോ പ്രോബ്ലം ഒന്നും തന്നെയില്ല. സേറയുമായി അവരുടെ ജീവിതം വളരെ സന്തോഷമായി തന്നെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേറയ്ക്ക് നാട്ടിൽ നിന്ന് പൂജയുടെ കോള് വരുന്നത്. വീണ്ടും ഒത്തുകൂടലിൻ്റെ സമയമായിരിക്കുകയാണ്. എല്ലാ ന്യൂ ഇയറിനും സേറ നാട്ടിലെത്തും. പൂജയുടെ അടുത്തേക്കാണ് സേറ എത്തുന്നത്. അങ്ങനെ സേറ നാട്ടിലേക്ക് തിരിക്കുകയാണ്. സേറ ആദ്യം എത്തിയത് ശ്രീദേവിയുടെ അടുത്തേക്കാണ്. ശ്രീദേവിയുടെ അച്ഛനും അമ്മയും സൂരജുമായി തറവാട് വീട്ടിൽ വളരെ സന്തോഷമായി തന്നെ മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് സേറ കണ്ടത്. സ്കൂളിൽ വെച്ച് ശ്രീദേവിയെ ചേർത്ത് പിടിക്കുന്നതും അതുപോലെ തന്നെ ശ്രീദേവിയും പൂജയും സേറയും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയൊക്കെ ആയിരുന്നു സേറയുടെ മനസ്സ് മുഴുവൻ. അതുപോലെ സൂരജും ശ്രീദേവിയും അവരുടെ പഴയ ഓർമ്മ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. പ്രണയത്തിൻ്റെ ആ ദിനങ്ങളിലൂടെയൊക്കെ അവർ പോകുന്നതൊക്കെ ആയിരുന്നു സേറ കണ്ടതെല്ലാം. സേറ കാണുന്ന കാഴ്ചകളെല്ലാം അതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൾ നാട്ടിലെത്തിയിരുന്നു. സേറ കണ്ട സ്വപ്നമായിരുന്നു അതെല്ലാം. നാട്ടിലേക്കുള്ള വരവ് തുടങ്ങിയപ്പോൾ മുതൽ സേറയുടെ മനസ്സ് മുഴുവൻ ശ്രീദേവിയായിരുന്നു. അങ്ങനെ സേറ കണ്ട ഒരു മനോഹരമായ സ്വപ്നമായിരുന്നു അതെല്ലാം. ഞാൻ കണ്ട് തീരുന്നതിന് മുമ്പ് സേറയുടെ ഹസ്ബൻഡ് വിളിച്ചുണർത്തി. അതെ, ഇതാണ് സേറയുടെ ഹസ്ബൻഡ് ഫിറോസ്. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന മ്യൂസിഷ്യനാണ് ഇന്നും ഫിറോസ്. അവരുടെ ആ സൗഹൃദം എപ്പോഴോ വളർന്ന് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഇരുവരും ഹസ്ബൻഡും വൈഫുമാണ്. പൂജ ഇപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. ശ്രീദേവിയുടെ മരണത്തിന് ശേഷം ആ ട്രോമയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പൂജ ഒരുപാട് സമയമെടുത്തു. സൂരജും പൂജയുടെ അമ്മയുമായിരുന്നു പൂജയ്ക്കൊപ്പം നിന്നത്. ഇപ്പോൾ പൂജയ്ക്കൊപ്പം നിൽക്കാൻ പൂജയുടെ ഹസ്ബൻഡുമുണ്ട്. പൂജയുടെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പൂജയുടെ അമ്മയും ചേർത്ത് പിടിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് എത്തിയത്. ഇറങ്ങിപ്പോയ പഠനമെല്ലാം പൂജ വീണ്ടും ആരംഭിച്ചു. അങ്ങനെ സേറ നാട്ടിലെത്തിയിരിക്കുകയാണ്. പൂജയുടെ വീട്ടിലേക്കാണ് സേറ എത്തിയത്. ശ്രീദേവിയുടെ അമ്മയുടെ മനസ്സൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഡാൻസൊക്കെ പഠിച്ച് അതിലൊക്കെ സന്തോഷം കണ്ടെത്തുകയാണ്. ശ്രീദേവിയുടെ അച്ഛൻ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ആയി വീട്ടിൽ തന്നെയാണ്. ഇന്ന് ശ്രീദേവിയുടെ അച്ഛനമ്മമാർ ഭയങ്കര തിരക്കുള്ള ഒരു ദിവസത്തിലൂടെ കടന്നു പോവുകയാണ്. വേറെ ഒന്നുമല്ല, ശ്രീദേവിയുടെ കൂട്ടുകാരായ സേറയും പൂജയും എത്തുകയാണ് ഇവരുടെ വീട്ടിലേക്ക്. എല്ലാ വർഷവും നാട്ടിലെത്തുമ്പോഴെല്ലാം സേറയും പൂജയും ഓടിയെത്തും ശ്രീദേവിയുടെ അച്ഛനമ്മമാരുടെ അരികിലേക്ക്. പിന്നെ കുറച്ച് ദിവസം അവിടെ തന്നെ ആയിരിക്കും. ശ്രീദേവിയുടെ അച്ഛനമ്മമാർ ഏറെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ആ ദിനങ്ങളും. എല്ലാവരുടെയും നിർബന്ധപ്രകാരം സൂരജിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി എത്തിയിരിക്കുകയാണ്. ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും സൂരജ് തൻ്റെ ഭാര്യയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. സേറയുടെയും പൂജയുടെയും ഒക്കെ കൂട്ടുകാരി തന്നെയാണ് സൂരജിൻ്റെ ഭാര്യയും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ആ നിമിഷത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. സേറ നാട്ടിലെത്തിയപ്പോഴായിരുന്നു ന്യൂ ഇയർ ദിനം എത്തിയത്. അങ്ങനെ ന്യൂ ഇയർ ദിനത്തിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. അവരുടെ സ്വന്തം വീനസിൻ്റെ അരികിൽ, തൊട്ടരികിൽ ശ്രീദേവി ഉള്ളതായി അവർക്ക് തോന്നുന്നുണ്ട്. തോന്നൽ മാത്രമല്ല, ശ്രീദേവി അവർക്കൊപ്പം തന്നെയാണുള്ളത്. ഇന്നും ഈ കൂട്ടുകാരുടെ സൗഹൃദം ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെ പോവുകയാണ്. സേറയും പൂജയും ഒരിക്കലും പിരിയുന്നില്ല. ഇവർക്കൊപ്പം തന്നെ ശ്രീദേവിയുമുണ്ട്. സന്തോഷത്തോടെ വേറെ ഏതോ ഒരു സ്ഥലത്തിരുന്ന് ഇതെല്ലാം ശ്രീദേവി കാണുന്നുമുണ്ട്. ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോയ ആ സൗഹൃദം വീണ്ടും കൂട്ടിച്ചേർത്തത് വേറെ ആരുമല്ല, ശ്രീദേവിക്ക് വേണ്ടി എത്തിയ ഇയാൾ തന്നെയാണ് സൂരജ്. എല്ലാവരുടെയും സ്വന്തം സൂരജ് തന്നെയാണ്. ശ്രീദേവിക്ക് വേണ്ടി ശ്രീദേവിയെ ഏറെ അറിയുന്ന സൂരജ് തന്നെയാണ് ആ കൂട്ടുകാരെ വീണ്ടും ഒന്നിപ്പിച്ചത്. അതെ, അന്ന് ആ കത്തെഴുതിയത് സൂരജ് തന്നെയായിരുന്നു. സൂരജിനറിയാം ശ്രീദേവിക്ക് എവിടെയോ ഇരുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സേറയോട് സൂരജ് പറഞ്ഞതും.